ശ്രീ ഷമേഷ് കുമാർ കുവൈറ്റിലെ ഒരു നാടക പ്രവർത്തകനാണ്. പലപ്പോഴും പലരും വീടും വിലാസവും ഉപേക്ഷിച്ച് പോകുന്നതിനോടൊപ്പം ഉള്ളിലെ സർഗവാസനയും ഉപേക്ഷിച്ചിട്ടാണ് വിമാനം കയറുന്നത്. എന്നാൽ പ്രവാസ ജീവിതത്തോടൊപ്പം തന്നെ ഉള്ളിലെ കലയും കൊണ്ടുപോകാൻ ഭാഗ്യം സിദ്ധിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ് ശ്രീ ഷമേഷ് കുമാർ. അദ്ദേഹത്തോടൊപ്പം അല്പസമയം. മറുനാട്ടിലും മലനാട്ടിലും നാടകത്തെ സ്നേഹിക്കുന്ന ഒട്ടനവധി മലയാളികളുണ്ട്. ഇങ്ങനെ നാടകത്തെ സ്നേഹിക്കുക മാത്രമല്ല, പ്രവാസ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും നാടക പ്രവർത്തനങ്ങളെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു കലാകാരനാണ് ശ്രീ കെ ഷമേഷ് കുമാർ. കഴിഞ്ഞ 20 വർഷക്കാലമായി കുവൈറ്റിലെ ഓയിൽ കമ്പനിയിൽ ഡിസൈൻ എഞ്ചിനീയറായി ഇദ്ദേഹം ജോലി നോക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കുവൈറ്റിലെത്തുന്നത് 1998-ലാണ്. അപ്പം എൻജിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുവൈറ്റിലേക്ക് വരുന്നത്. പിന്നീട് ഇവിടെ ഇപ്പം ഒരു 10-20 വർഷത്തോളമായി കുവൈറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ കുവൈറ്റ് ഓയിൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കുവൈറ്റ് ഓയിൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓൺഡ് ഓയിൽ കമ്പനിയാണ്. ഇവിടുത്തെ ഒരു മെയിൻ ഓയിൽ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആ കമ്പനിയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ, ഡിസൈൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. 2014 കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച പ്രവാസി നാടക മത്സരങ്ങളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് കരസ്ഥമാക്കി. ഉഷ്ണമേഖലയിലെ പെൺകുട്ടി എന്ന നാടകമായിരുന്നു അത്. എൻ്റെ ഒരു നാടകം ഉഷ്ണമേഖലയിലെ പെൺകുട്ടി എന്ന് പറയുന്ന നാടകം ആണ് 2014 ഈ ഗൾഫ് പ്രവാസി മേഖലയിൽ സംഗീത നാടക അക്കാദമി നടത്തിയ മത്സരത്തിൽ ഞാൻ ചെയ്ത നാടകം. അതിന് എനിക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടി ഈ മിഡിൽ ഈസ്റ്റിലുള്ള. അതൊരു മൈസൂർ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് ആ ഒരു നാടകത്തിൻ്റെ കഥ, തീം അങ്ങനെയാണ് നീങ്ങുന്നത്. അവൾക്ക് ഞാനുണ്ടാവും. അത് എങ്ങനെയാണേലും അവൾ പഠിക്കുന്ന കുട്ടിയല്ലേ, അവളെ പഠിപ്പിക്കണം. ആരുണ്ടാവും? പടച്ചോന് മാത്രമേ. സംഗീത നാടക അക്കാദമി എനിക്കൊണ്ട് സൂര്യ കൃഷ്ണമൂർത്തി സാറ് ചെയർമാനായിരിക്കുമ്പോഴാണ് ആദ്യമായി ഗൾഫ് പ്രവാസികൾക്കൊരു അവസരം നൽകുന്നത്. ഒരുപക്ഷെ ഗൾഫിലുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു സുവർണാവസരമായിരുന്നു അത്. ഗൾഫിലുള്ള ഇപ്പോൾ കുവൈറ്റും ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, UAE ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും അവരുടെ തന്നെ അഡ്ഹോക് കമ്മിറ്റികൾ രൂപീകരിച്ച് ഓരോ രാജ്യത്തും വ്യത്യസ്ത ഡേറ്റുകളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പക്ഷേ അത് ജഡ്ജ് ചെയ്യുന്ന ആളുകൾ ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് അതിനെ ജഡ്ജ് ചെയ്തിട്ട് എന്നിട്ട് എല്ലാം കൂടെ അല്ല ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു അവാർഡാണ് അവർ നിശ്ചയിച്ചിരുന്നത്. കുവൈറ്റിലെ നാടകപ്രേമികൾ ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ഫ്യൂച്ചർ ഐ തിയേറ്റർ. ഇതിൻ്റെ രൂപീകരണ വേളയിൽ ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ ഐ തിയേറ്റർ എന്ന് പറയുന്നത് കുവൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘം നാടക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. വളരെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു കൂട്ടായ്മയാണത്. അപ്പം ഞങ്ങൾ 2009 പ്രിയനന്ദനാണ് ഞങ്ങളുടെ ഈ സംഘടന ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് നാടകങ്ങൾ, അപ്പോൾ ഫ്യൂച്ചർ ഐ തിയേറ്ററിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കുറച്ച് കണ്ടംപററി ആയിട്ടുള്ള തിയേറ്റർ ആക്ടിവിറ്റീസുകളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സാമ്പ്രദായിക രീതിയിലുള്ളൊരു നാടകങ്ങളിൽ നിന്ന് മാറി കുറച്ചുകൂടെ തിയേറ്ററിക്കലായിട്ടുള്ള കുറച്ചുകൂടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം, എക്സ്പെരിമെൻ്റലായിട്ട് അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ നാടകങ്ങളിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു സംഘടനയാണ്. കൂടാതെ കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം. വലിയൊരു മലയാളി സംഘടനയുണ്ട്. അതായത് കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു വലിയൊരു മലയാളി എഞ്ചിനീയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആ കൂട്ടായ്മയെ ബന്ധപ്പെടുകയും അപ്പോൾ അവരുടെ ആക്ടിവിറ്റികൾ, അവരുടെ കലാപ്രവർത്തനങ്ങളിലും അവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും അപ്പോൾ അതൊരു പ്രധാന വേദിയായിരുന്നു എന്നെ സംബന്ധിച്ച്. എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. ഇപ്പം ഒരു 2000 എഞ്ചിനീയേഴ്സിൻ്റെ
ഒരു സംഘടനയാണ് ഇപ്പം കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു സജീവമായിട്ടുള്ള ഒരു അംഗമാണ് ഞാൻ. ഇത്തരം നാടക പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത് സ്കൂൾ ഓഫ് ഡ്രാമ, അതുപോലെ ഡൽഹി ബേസ്ഡ് തിയേറ്റർ സംഘടനകൾ എന്നിവയിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന സഹകരണങ്ങളാണെന്ന് ഇദ്ദേഹം ഓർക്കുന്നു. കലാപ്രവർത്തനം കുവൈറ്റിലെത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് കലാരംഗമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളുകളും കോളേജിലൊക്കെ പഠിക്കുമ്പം ഞാൻ കുറച്ച് വരയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ആയിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനത്തെ ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ, കുവൈറ്റിലെത്തിപ്പെട്ടപ്പോൾ ഇവിടുത്തെ പ്രത്യേകിച്ച് ഒരു ജീവിത സാഹചര്യം, ഒരു എന്താ പറയുക, നമുക്ക് അല്ലെങ്കിൽ ഒരു മടുപ്പുളവാക്കുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒരു റിലീഫാണ് ശരിക്കും ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളിലുള്ള ഒരു എന്താ പറയുക ഇൻവോൾവ്മെൻ്റ് എന്ന് പറയാം. ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ കോഴിക്കോട് വെച്ച് കേരള സർക്കാരും സംഗീത നാടക അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച പ്രവാസി നാടകോത്സവത്തിൻ്റെ 6ാം ദിനത്തിൽ കുവൈറ്റ് ഫ്യൂച്ചർ ഐ തിയേറ്റർ അവതരിപ്പിച്ച ഉഷ്ണമേഖലയിലെ പെൺകുട്ടി നാടക കലാസ്വാദനത്തിന് നവ്യമായൊരു അനുഭവമാണ് പ്രദാനം ചെയ്തത്. സാധാരണ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇപ്പോൾ നാടകങ്ങൾ ചെയ്യാറുള്ളത്, ഇപ്പോൾ പല നാട്ടിലുള്ള പല പ്രൊഫഷണൽ സമിതികളുമായാലും. പക്ഷേ ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണ അവസരം, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. അതായത് ഇവിടെ ഞങ്ങൾ ചെയ്ത ഒരു നാടകം അത് നാട്ടിലൊരു വേദിയിൽ, അതും ഒരു സംഗീത നാടക അക്കാദമി പോലുള്ള ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ കഴിയാന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഉഷ്ണമേഖലയിലെ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു നാടകമാണ് ഞങ്ങൾ ചെയ്യുന്നത് കുവൈറ്റ് എന്നുള്ള. അത് മൈസൂർ കല്യാണങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള നാടകമാണ്. അപ്പോൾ ആ നാടകത്തിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതായത് അതിനകത്ത് ഒരു ഒട്ടകം ഉണ്ട്. അപ്പോൾ അത് ഇത്തിരി ഒരു സജസ്റ്റീവായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത്, ഒരു റിയലിസ്റ്റിക് പ്രോപ്പർട്ടി അല്ല അത്. അപ്പം അത് അതേപടി തന്നെ എനിക്ക് അവതരിപ്പിക്കണമെന്നുണ്ട്. അപ്പോൾ അതുപോലെ അവിടെ പിന്നെ ബാക്കിയുള്ള സ്റ്റേജിൻ്റെ സെറ്റപ്പൊക്കെ നാട്ടിലെ ഞങ്ങളുടെ ചില സുഹൃത്തുക്കളും പിന്നെ അപ്പോൾ അതൊരു വലിയൊരു ആക്ടിവിറ്റിയാണ് സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ ഇവിടെയും പകുതി നടക്കുന്നു, പകുതി നാട്ടിൽ നടക്കുന്നു. 10 പവൻ മഹറിന് പകരമായി സഫിയെ സഖിയായി തുണയായി ഞാൻ നൽകുന്നു 10 പവൻ മഹറിന് പകരമായി സഫിയെ സഖിയായി തുണയായി ഞാൻ സ്വീകരിക്കുന്നു. ബ്ലാക്ക് ഗോൾഡ് എന്ന നാടകം വളരെയധികം പ്രത്യേകതകളോടെ ഡിസൈൻ ചെയ്ത ഒരു നാടകമാണ്. ഫ്യൂച്ചർ ഐ തിയേറ്ററിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ചെയ്തൊരു നാടകമാണ് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന നാടകം. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു പ്രത്യേക തിയേറ്റർ കൺസെപ്റ്റിൽ ചെയ്തൊരു നാടകമാണ്. ഒരു മോഷൻ തിയേറ്റർ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. മോഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ആ നാടകത്തിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അത് യാത്ര ചെയ്ത് വേറൊരു സ്ഥലത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ആ നാടകം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കഥ എന്ന് പറയുന്നത് ബ്ലാക്ക് ഗോൾഡ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, അതൊരു ഓയിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ്. അപ്പോൾ അത് മിഡിൽ ഈസ്റ്റൊക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണത്. അപ്പോൾ ഒരു സംഘം ആളുകൾ, അതായത് സാധാരണക്കാരായ ഒരു സംഘം ഈ ഓയിൽ റിഗിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് എന്തുകൊണ്ട് ഓയിൽ സ്വന്തമാക്കിക്കൂടാ എന്ന ഒരു കൺസെപ്റ്റ്, അങ്ങനെ വളരെ ഒരു ലാറ്ററലായിട്ടുള്ളൊരു തിങ്കിങ് ആണത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ചിന്തയിൽ നിന്നാണ് അവരൊരു മിഷനുമായിട്ട് പുറപ്പെടുന്നു. അപ്പോൾ ആ മിഷൻ പുറപ്പെടുന്നതാണ് നാടകത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കാണികളും സഞ്ചരിക്കുക. അപ്പോൾ അതൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അവരുടെ യാത്രയുടെ ഭാഗമായി അത് അവസാനിക്കുന്ന വേറൊരിടത്ത്. അപ്പോൾ അങ്ങനെയാണ് ആ നാടകം നടക്കുന്നത്. ആ നാടകത്തിനിടയ്ക്ക് തന്നെ പിന്നെ ആ നാടകത്തിനകത്ത് നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ മിത്തോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ലൈക്ക് ഒരു പാലാഴി മഥനം പോലുള്ള ഒരു മിത്ത്, ആ മിത്തിനെ ഈ നാടകമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പാലാഴി മഥനത്തിൽ തന്നെ ഉള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് അസുരന്മാരും ദേവന്മാരും അമൃതം എടുക്കാൻ വേണ്ടി ഒരുമിച്ച് ജോലി ചെയ്യുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് പക്ഷെ അത് കൈക്കലാക്കുന്ന ദേവന്മാരാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ചതിവിൻ്റെ കഥയുണ്ട്. അപ്പോൾ അതും ഈ ഓയിലിൻ്റെ കഥയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ആ ഒരു നാടകത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
അച്ഛൻ ഒരു എക്സ് ആർമി ആയിരുന്നു. അച്ഛൻ മരിച്ചു 2 വർഷം മുന്നേ. അച്ഛൻ്റെ പേര് വാസു. ഇപ്പോൾ അമ്മ ഉണ്ട്. അമ്മയുടെ പേര് സത്യഭാമ. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ബ്രദർ നാട്ടിലൊരു ബിസിനസ്സായിട്ട് കഴിയുന്നു. സിസ്റ്ററും അതെ. എൻ്റെ ഫാമിലി വൈഫും 2 ആൺകുട്ടികളും. വൈഫിൻ്റെ പേര് സോണിത, ബേപ്പൂരാണ് വീട്. വൈഷ്ണവ്, വസുദേവ് അവർ സ്കൂളിൽ പഠിക്കുന്നു. വൈഷ്ണവ് 10ാം ക്ലാസ്സിലും വസുദേവ് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വൈഫും കലാപരമായി ചെറിയ ബന്ധങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവൾ നന്നായി പാടും. പിന്നെ ആകാശവാണിയിലെ ഒരു കാഷ്വൽ അനൗൺസറായിരുന്നു. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേ തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരമായി. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇദ്ദേഹം നാടകപ്രേമികൾക്കും അതുപോലെ കലാസമൂഹത്തിനും ഒരു മാതൃകയായി മാറുകയാണ്. ജോലി കഴിഞ്ഞ് വന്ന് വീണ്ടും അടുത്ത ജോലിക്ക് പോകുക എന്നുള്ളത് പോലെയാണ് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ തുടങ്ങുമ്പം എനിക്ക് ഇത്രയൊന്നും തിരക്കില്ലായിരുന്നു. അപ്പോൾ അത് വളരെ ഒരു ഹോബി എന്നുള്ള രീതിയിൽ തുടങ്ങി. അപ്പം പിന്നെ അതിന് കുറച്ചുകൂടെ ഒരു ഡെപ്ത് വന്നു. അപ്പോൾ അതൊരു സീരിയസ് ആക്ടിവിറ്റി. അപ്പോൾ എനിക്ക് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും പല ആളുകളും ഇതൊന്ന് ചെയ്തു തരുമോ, ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടെ ഉണ്ട് എനിക്കിതിനോട്. അപ്പോൾ അതിനൊരു ഫാമിലി ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇത് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനൊരു ഫാമിലി സെറ്റപ്പ് ബാക്കപ്പ് എപ്പോഴും വേണം. അപ്പോൾ അത് നന്നായി കിട്ടുന്നുണ്ടെന്നാണ്. അറിവും അനുഭവങ്ങളുമായി, കാഴ്ചയും കാഴ്ചപ്പാടുകളുമായി മറുനാടും മലനാടും ഇനി അടുത്ത ആഴ്ച. ശുഭരാത്രി.